രാജ്യാന്തര തലത്തിൽ പാക് ഭീകരത തുറന്നു കാണിക്കുന്നതിനും ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനും പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ നാളെയും മറ്റന്നാളുമായി പ്രതിനിധി സംഘം സന്ദർശിക്കും. BJPയോടുള്ള വിയോജിപ്പ് നിലനിർത്തി യാത്രയുടെ ഭാഗമാകുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP 24നോട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി MPമാരുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം വിദേശ പര്യടനം ആരംഭിച്ചു. സഞ്ജയ് ധ, ശ്രീനാഥ് ഷിൻഡെ, കനിമൊഴി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യഘട്ടങ്ങളിൽ വിദേശ പര്യടനം നടത്തുക. നാളെയും മറ്റന്നാളുമായി സംഘം ജപ്പാൻ, റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും. ജോൺ ബ്രിട്ടാസ് MPയും ET മുഹമ്മദ് ബഷീറും ആദ്യ സംഘങ്ങളിൽ അംഗങ്ങളാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാക് ഭീകരത തുറന്നുകാട്ടുക, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക, ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും ഓപ്പറേഷൻ സിന്ദൂറും വിശദീകരിക്കുകയാണ് വിദേശ പര്യടനത്തിന്റെ ലക്ഷ്യം. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് യാത്ര. വിയോജിപ്പുകൾ തുടക്കം മുതൽ തന്നെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആർജവത്തിന്റെ ഭാഗമായാണ് ഈ സംഘത്തിനൊപ്പമുള്ള യാത്രയെന്ന് MP ജോൺ ബ്രിട്ടാസ്. ഞങ്ങളുടെ വിയോജിപ്പുകൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പഹൽഗാമിൽ തുടങ്ങിയിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു വിശാലമായൊരു കോസിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗവാക്കാകും. പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂരിന്റെ യോഗ്യതയെക്കുറിച്ച് വരുന്ന ചർച്ചകൾ ഗുണകരമല്ലെന്നും ശശി തരൂർ വൈദഗ്ധ്യമുള്ള ആളാണെന്നും MP ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അതേസമയം രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലേക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിലെത്തുന്ന പ്രതിനിധി സംഘങ്ങൾ അതത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖർ, നയതന്ത്രജ്ഞർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഓരോ ദിവസത്തെയും സാഹചര്യം മാധ്യമങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കും. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.